ഹായ് ഹലോ, ഞാൻ ഇന്നൊരു അടിപൊളി പിസ്സ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ നമ്മുടെ പത്തിരിക്കല്ലിൽ വെച്ചിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എക്സ്ട്രാ നമുക്ക് വേണ്ടത് ചീസാണ്. ചീസ് പിന്നെ പിസ്സയിലേക്ക് മസ്റ്റാണ്. അപ്പോൾ കുറച്ച് ചീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡോ തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ഗ്രാമാണ് ഒരു കപ്പ് മൈദ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുബൂസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി തന്നെ കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഡോ ഉണ്ടാക്കുന്ന ഞാനിതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ ഈസ്റ്റ് ആണെങ്കിൽ ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിലും പഞ്ചസാരയിലും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോസ്മേരി അങ്ങനത്തെ ഹെർബ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ അതിടുക. എൻ്റെ കയ്യിൽ പിന്നെ ഇങ്ങനെ മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് പാല് വേണം. ഇനി പാലില്ലെങ്കിൽ ചൂടുവെള്ളം ആയാലും മതി. നേരിയ ചൂടുള്ള പാല് അല്ലെങ്കിൽ നേരിയ ചൂടുള്ള ചൂടുവെള്ളം, അതാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊന്ന് നല്ലോണം ഓയിൽ തേച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് ഓയിലൊക്കെ നല്ലോണം പുരട്ടി ഒരു 2 മണിക്കൂർ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്ക് അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ ഓപ്ഷണലാട്ടോ. ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കാബേജ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് ബീഫ് പൊരിച്ചതാണ്. ഇതിലേക്ക് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും പൊരിച്ചിട്ട് ചേർക്കണം. ചെറുതാക്കി അരിഞ്ഞിട്ട് പൊരിച്ച് ചേർക്കണം. ഇത് പിന്നെ എൻ്റെ കയ്യിൽ ഉച്ചയ്ക്ക് ചോറിനുണ്ടാക്കിയ ബീഫ് ഉള്ളതാണ്. ഇതിലേക്ക് വേണ്ടി പൊരിച്ചതൊന്നുമല്ല. ഇനി നമുക്കിതിലേക്ക് സോസാണ് കാര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിലേക്കുള്ള സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്നതാണ് ടൊമാറ്റോ സോസ്. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ മുളക് ചതച്ചത്, പിന്നെ മുളക് പൊടി, അതൊക്കെ ഓരോ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക്. അപ്പോൾ ഇത് നല്ല എരിവിൻ്റെ ഒരു ഇതിലായില്ലേ. കുരുമുളക് ചേർത്തു, മുളക് ചേർത്തു, പിന്നെ മുളക് പൊടിയും ചേർത്തു. ഇനി ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ സോസ് റെഡിയായി. അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസും നമ്മുടെ വറ്റൽമുളക് ചതച്ചതും, മുളക് പൊടിയും, കുരുമുളകും, പഞ്ചസാരയും, ഉപ്പും, പിന്നെ ഈ മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തില്ല എന്ന് വിചാരിച്ച് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 2 പാർട്ടാക്കിയിട്ടെടുക്കാം. ഇത് മൊത്തം ഒരു പിസ്സയ്ക്ക് വേണ്ട, ഇതിൻ്റെ പകുതി മതി. അപ്പോൾ ഞാനിവിടെ ഓവനിലും പിന്നെ സാധാ ഗ്യാസിലും വെച്ചിട്ടാണ് 2 പിസ്സയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇരുമ്പിൻ്റെ പത്തിരിക്കല്ലാട്ടോ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശക്കല്ലിലേക്ക് നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുക. ഇനി എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ കേക്കിൻ്റെ ട്രേയും കൂടി എടുത്തിട്ട് അതിലേക്ക് കൂടി കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പരത്തി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിനേക്കാളും കുറച്ച് ലൂസായിട്ടായിരിക്കും ഇതിൻ്റെ മാവ് ഉണ്ടാവുക. അതുകൊണ്ട് ഈസി ആയിട്ട് പരത്തി കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. കാരണം നമ്മൾ ഈസ്റ്റ് ചേർത്തതുകൊണ്ട് ഇത് പൊങ്ങി വരും ചൂട് തട്ടുമ്പോൾ. അതില്ല, അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ കേക്കിൻ്റെ ട്രേയിലും അതേപോലെ തന്നെ പരത്തി കൊടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് പണിയൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് അതെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഈ സോസ് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. വെറുതെ ഈ പിസ്സേൻ്റെ കൂടെ അല്ല, നമ്മൾ സാധാ കട്ട്ലറ്റിനൊക്കെ സോസ് കഴിക്കുന്നതിന് പകരം സോസ് ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മുളകും കുരുമുളകൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എരിവും ഉണ്ടാവും. പക്ഷേ മധുരം പഞ്ചസാര ചേർത്തതുകൊണ്ട് ആ എരിവ് നമുക്കറിയില്ല, നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസ്, ഞാനിവിടെ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മൊസറല്ല ചീസും ചെഡാർ ചീസും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് നല്ലോണം വലിഞ്ഞ് വരിക. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ മൊസറല്ല ചീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് സാധാ നമ്മുടെ ഉള്ളിയും ചിക്കനോ ബീഫോ അത് രണ്ടും മാത്രമാണെങ്കിലും നമ്മുടെ പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ആ ബീഫും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒലീവ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് ശരിക്കും ഒറിജിനൽ പിസ്സ. പക്ഷേ നമ്മുടെ വീട്ടിലിപ്പം അതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ പിസ്സ കഴിക്കാം. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പിസ്സ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് മേലെയും കൂടി ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചീസിൻ്റെ സ്ലൈസ് ഉണ്ടായിരുന്നു, നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ അതും കൂടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചീസ് നമ്മൾ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ അടുപ്പിൽ വെക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരുപാട് ചീസൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പേ ഞാനൊരു വലിയ പത്തിരിക്കല്ല് നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിലും പിസ്സ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ദോശക്കല്ല് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ സാധാരണ ഒരു തട്ട് വെച്ച് കൊടുത്തപ്പം അടിഭാഗം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ പത്തിരിക്കല്ല് വെച്ച് അതിൻ്റെ മേലെ ദോശക്കല്ല് വെച്ച് പിസ്സ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഓവനിലേക്ക് വെക്കാനുള്ള പിസ്സയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണേ. നമ്മുടെ സോസൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് ഞാൻ ഒന്ന് ഓവനിലും കൂടി പിസ്സ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഓവനിൽ ഉണ്ടാക്കിയതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. കാരണം ഓവനിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും പിസ്സ. പക്ഷേ ഈ നമ്മൾ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ട് വരും. പക്ഷെ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എനിക്ക് ഓവനിൽ വെക്കുന്നതിനേക്കാൾ അടുപ്പിൽ വെക്കുന്ന ആ ഒരു പിസ്സയാണ് കേട്ടോ ഇഷ്ടം. ഓവനിൽ വെക്കുമ്പോൾ പിന്നെ മേലെയൊക്കെ ഒന്ന് നല്ലോണം മൊരിഞ്ഞ് നല്ലൊരു കാണാൻ ലുക്ക് ഉണ്ടാവും. പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഗ്യാസിൽ വെക്കുന്നതന്നെയാണ്. അപ്പോൾ അതാ ഓവനിൽ വെച്ച പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. ഓവനിൽ വെക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഇതാകുമ്പോൾ ഒരു 30 മിനിറ്റ് വെക്കണം. 15 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചത്. കാരണം കല്ല് രണ്ടും ചൂടായി വരണമല്ലോ, ഇരുമ്പിൻ്റെ കല്ലല്ലേ. പിന്നെ 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പിസ്സ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ പിസ്സ കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ അടുപ്പിൽ വെച്ച പിസ്സയും ഓവനിൽ വെച്ച പിസ്സയും ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിന് ചീസാണ് ഒരു മസ്റ്റായിട്ട് വേണ്ടൊരു സാധനം. പിന്നെ വെറുതെ ഉള്ളിയും ബീഫും ചിക്കനൊക്കെ പിന്നെ പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. ഒരുപാടൊന്നും വേണ്ട, ഉള്ളത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല ജ്യൂസി പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.